ഇതാണ് ദില്ലി ജുമാ മസ്ജിദ്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മുസ്ലിം തീർത്ഥാടന കേന്ദ്രമാണിത്. ദില്ലി ജുമാ മസ്ജിദ്. ഇതാണ് ദില്ലി ജമാ മസ്ജിദിൻ്റെ 3-ാം നമ്പർ ഗേറ്റിൻ്റെ മുമ്പിലുള്ള ഒരു കാഴ്ചയാണിത്. ഇതിന് പല ഗേറ്റുകളുണ്ട്, 1, 2, 3. ഇപ്പോൾ ഞാൻ 3-ാം നമ്പർ ഗേറ്റിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. നമുക്ക് പതുക്കെ ജമാ മസ്ജിദിൻ്റെ അകത്തേക്ക് പോകാം. ടിക്കറ്റ് ടവർ, ബില്ലറ്റ് ദി ടൂർ, എൻ്റെ ഗിബിച്ച ഇതെന്ത് ഭാഷ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഇതാണ് ജമാ മസ്ജിദ്. ജുമാ മസ്ജിദിൻ്റെ ഉള്ളിൽ വീഡിയോ ഷൂട്ടിംഗ് പാടില്ല, പുറത്ത് കുഴപ്പമില്ല. ദില്ലി സന്ദർശിക്കുന്ന പ്രത്യേകിച്ച് കാണേണ്ട ഒരു ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണിത്. ഇത് പെയിൻറ്റിങ് വല്ലതും നടക്കാമെന്ന് തോന്നുന്നു. അതിൻ്റെ ചില കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. പെയിൻറ്റിങ് നടക്കണമെന്ന് തോന്നുന്നില്ല. അതാണ് ആ മുമ്പിൽ പോലെ കോൺക്രീറ്റിൻ്റെ പില്ലേഴ്സ്. ഇതിന് നോക്കിയാൽ ധാരാളം മീനുകളുണ്ട്. കാണാൻ പറ്റുമോ എന്നറിയില്ല. ഇതിൽ പലതരം ബ്ലാക്ക് മോളി, ഗോൾഡ് ഫിഷ് അങ്ങനെയുള്ള പലതരം മീനുകളുണ്ട്. എനിക്ക് വെളിച്ചം കാരണം കൊണ്ട് എനിക്ക് മൊബൈലിൽ കാണാൻ പറ്റുമെന്നറിയില്ല. This solar clock. ഇതാണ് സോളാർ ക്ലോക്ക്. എങ്ങനെയാണ് ഇതിൻ്റെ സമയം നോക്കാമെന്നറിയില്ല. ഇത് 2-ാം നമ്പർ ഗേറ്റാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നേരെ അകലെ കാണുന്നതാണ് റെഡ് ഫോർട്ട്. റെഡ് ഫോർട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ആ മാർക്കറ്റിൻ്റെ ഉള്ളിലൂടെ വരികയാണെങ്കിൽ നമുക്ക് നേരെ ഇങ്ങോട്ടേക്ക് വരാം. പക്ഷേ
ഞങ്ങൾ നേരെ തെക്കോട്ട ഭാഗത്ത് പോയി. പിന്നെ അവിടുന്ന് മാർക്കറ്റ് ഉണ്ടല്ലോടെ ഇത്രയും വഴി വരാമെന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങൾ ഒരു ഓട്ടോ പിടിച്ച് വന്നു. ഓട്ടോയ്ക്കൊക്കെ ഭയങ്കര ചാർജ് ഇവിടെ. ടൂറിസ്റ്റുകളാണെന്നുള്ള ഒരു ഇതിൽ അവർ 100 രൂപ പറഞ്ഞ് അവസാനം പെസിങ്ങി അവസാനം 70 രൂപയ്ക്കാണ് അവർ സമ്മതിച്ചത്. ഇതാണ് നേരെ അവിടെ കാണുന്നത് ലാൽക്കില. പിന്നെ ചാന്ദിനി ചൗക്ക് ബസാറാണ് കാണുന്നത്. ഞങ്ങൾ ഏറ്റവും ആ വണ്ടികൾ പോകുന്നുണ്ട്, ഓട്ടോറിക്ഷ. അവിടുന്നാണ് ഞങ്ങൾ വളർന്ന് അങ്ങോട്ടേക്ക് 3 നമ്പർ ഗേറ്റ് അവിടേക്ക് വന്നത്. അതുകൊണ്ട് കുറച്ച് വഴി ഓട്ടോ പിടിച്ച് വരേണ്ടി വന്നു. ഇവിടെയും ചെറിയൊരു കച്ചവടമൊക്കെ ഇവിടെ കാണാനുണ്ട്.